നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മാന്യത പാലിക്കണം. മണിപ്പൂരിൽ സമാധാനം വേണം. തോക്ക് സംസ്കാരം നേരത്തെ അവസാനിച്ചാണ്, വീണ്ടും അത് തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷത്തെ ശത്രുക്കളായി കാണരുത്. ഇതൊക്കെ മോഹൻ ഭാഗവത്തിൻ്റെ ഉപദേശങ്ങളാണ്. ഈ ഉപദേശമെല്ലാം നരേന്ദ്രമോദിയോടുമാണ്. ഈ പറയുന്ന ആൾ RSSൻ്റെ തലവനാണ്. യഥാർത്ഥത്തിൽ RSSും BJP തമ്മിൽ വല്ല അകൽച്ചയും ആണോ? ഭഗവത്തിൻ്റെ ഉപദേശം ആത്മാർത്ഥമാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി മാധ്യമപ്രവർത്തകരായ S. സുരേഷ് കുമാർ, ആനന്ദ് കൊച്ചുകൂടി, ശ്രീകുമാർ മനയിൽ എന്നിവർ. ആദ്യം ശ്രീകുമാറിലേക്ക്. ശ്രീകുമാർ, RSS മുൻപും ഇത്തരത്തിൽ BJP ചില കാര്യങ്ങളിൽ ഉപദേശിക്കാറുണ്ട്. BJP ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ ചിലത് തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട്. ഉദാഹരണത്തിന് കോൺഗ്രസ് മുക്ത് ഭാരത് ഒന്നും RSSൻ്റെ മുദ്രാവാക്യമല്ല, അതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്ലോഗനാണ് എന്ന് പറയാറുണ്ട്. ഈ പറയുന്നതൊക്കെ ആത്മാർത്ഥമായി BJP RSS ഉപദേശിക്കുന്നതാണോ? താങ്കൾ കേൾക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കാം ശ്രീകുമാർ. ഈ മോഹൻ ഭഗവത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ വലിയ പുതുമയൊന്നും ഞാൻ കാണുന്നില്ല. കാരണം പലപ്പോഴും ഈ RSSൻ്റെ സർസംഘചാലക് BJPയുടെ നേതൃത്വത്തെ, പ്രത്യേകിച്ച് BJPക്ക് പ്രധാനമന്ത്രിമാർ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവരെ ഉപദേശിക്കുകയും അവരുടെ മേൽ തങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് സംഘപരിവാർ അല്ലെങ്കിൽ സംഘകുടുംബത്തെ ബോധ്യപ്പെടുത്താനും ഈ RSSൻ്റെ സർസംഘചാലകർ എക്കാലവും ശ്രമിച്ചിരുന്നു. അത് BJP ഭരണത്തിന് വരുന്നതിന് മുമ്പ് 1967 ജനസംഘം ഉൾപ്പെടുന്ന കൂട്ടുകക്ഷി മന്ത്രിസഭകൾ വിവിധ സംസ്ഥാനങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഇത്തരം ആ ജനസംഘ നേതൃത്വം, അതിനുശേഷം വന്ന BJP നേതൃത്വം ഒക്കെ RSSൻ്റെ പരിവാറിലെ ഒരു അംഗം മാത്രമാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം 90ഓളം കുടുംബ അംഗങ്ങളുള്ള അല്ലെങ്കിൽ 90ഓളം ഓർഗൻസ് ഉള്ള സംഘകുടുംബത്തിലെ ഒരു അംഗം മാത്രമാണ് BJP എന്നുള്ള മുന്നറിയിപ്പ്, അല്ലെങ്കിൽ ആ ഓർമ്മ നിങ്ങൾക്ക് എന്നും വേണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് എപ്പോഴും ഈ സംഘപരിവാറിൻ്റെ അത്യുന്നതരായ നേതാക്കൾ അല്ലെങ്കിൽ RSSൻ്റെ ചീഫ് അല്ലെങ്കിൽ മേധാവികൾ, മാറി മാറി വരുന്ന മേധാവികൾ എല്ലാവരും കൊടുക്കാറുണ്ടായിരുന്നു. ഇത്തവണ വാജ്പേയിയേക്കാൾ കൂടുതൽ RSSനെ അല്ലെങ്കിൽ വാജ്പേയി RSSനെ അവഗണിച്ചതിനേക്കാൾ കൂടുതൽ മോദി അവഗണിക്കുന്നുണ്ടോ എന്നൊരു സംശയം 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം RSS നേതൃത്വത്തിനുണ്ടായിരുന്നു. പലപ്പോഴും അത് നമ്മളോർക്കും ഗുജറാത്തിലും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. ഗുജറാത്തിലും RSS നേതൃത്വത്തെയും നമ്മളീ പറയുന്ന പോലെ കേട്ടോ, ഗുജറാത്തിൽ RSSനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും മൂലക്കിരുത്തേൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ നരേന്ദ്രമോദിക്ക് തന്നെയാണ്. അതുപോലെ ഇവിടെയും. കാരണം വെച്ചാൽ മോഡി RSS പ്രചാരകമാണെങ്കിലും അദ്ദേഹം അടിസ്ഥാനപരമായിട്ടൊരു ഓട്ടോക്രാറ്റ് തന്നെയാണ്, ഒരു സ്വച്ഛതാപതി. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു പയ്യൻ ജോലി കിട്ടി മുതിർന്നു കഴിയുമ്പോൾ അവന് വരുമാനമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പിതാക്കന്മാർ പറഞ്ഞ പോലും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അത് നിങ്ങൾ അവിടെ ഇരുന്നു, ബാക്കി ആരെങ്കിലും എനിക്ക് ചെയ്യാറിയാം, ഞാൻ ഇത്ര ആയില്ല എന്ന് പറയും. ഏതാണ്ട് അതേ മനോഭാവം തന്നെയായിരുന്നു നരേന്ദ്രമോദിക്ക് RSSനോട് 2019 തെരഞ്ഞെടുപ്പിന് ശേഷം. പലപ്പോഴും RSSുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മനഃപൂർവ്വമായിട്ട് തന്നെ മോഡി വിച്ഛേദിക്കുകയും RSSന് താല്പര്യം ഇല്ലാത്ത വിഷയങ്ങളെ കൂടുതൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെ ഒരു ചെറിയൊരു അത്തരം ഇംപ്ലിക്കേഷൻസ് ഈ സംഘകുടുംബത്തിലുണ്ടായിരുന്നു. അപ്പോഴും ആ മോഡി പിടിച്ചു നിന്നത് അടിസ്ഥാനപരമായിട്ട് മോഡി പ്രതിദാനം ചെയ്യുന്നത് RSSൻ്റെ ആശയമായ ഹിന്ദുത്വം തന്നെയാണെന്നും അത് മോഹൻ ഭഗവതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുമെന്നാണ് മോഡി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്. അപ്പോൾ മോഹൻ ഭഗവത് അവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോവുകയാണ്. ഈ ഹിന്ദുത്വ ഐഡിയോളജി അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദം അത് മോഹൻ ഭഗവത്തിനേക്കാളും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുമെന്നതാണ് നരേന്ദ്രമോദി ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തത്. പ്രത്യേകിച്ച് രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ ആ സമയത്തൊക്കെ അദ്ദേഹമായിരുന്നു മുഖ്യ പൂജാരി, സൈഡിലൊരു സഹപൂജാരിയായിരുന്നു ഈ മോഹൻ ഭഗവത്. അപ്പോൾ ഇതെല്ലാം ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇന്റേണൽ കോൺട്രഡിക്ഷൻ സംഘകുടുംബത്തിലുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഇപ്പോൾ മോദി സർവശക്തനല്ലെന്നും മോദിയുടെ പിടികൾ എവിടെയൊക്കെ അയയുന്നുണ്ടെന്നും RSSന് കൃത്യമായി ബോധ്യമായി. അപ്പോഴാണ് RSS ഇപ്പോൾ മണിപ്പൂരിൻ്റെ മാത്രമല്ല, നമ്മളിപ്പോൾ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണെന്നും അത് ജനാധിപത്യത്തിൻ്റെ അന്തസത്തയാണെന്നും അവിടെ കൺസെൻസസ് ആണ് വേണ്ടതെന്നുമാണ് അതുകൂടെ അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ലോകമെങ്ങും ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ചിന് വിധേയമാകുകയാണ്. സിസ്റ്റമാറ്റിക് ചേഞ്ച് ഈസ് ദ എസൻസ് ഓഫ് ഡെമോക്രസി എന്നാണ് അത്തരം വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത്. കാരണം RSS അധ്യക്ഷന്മാർ ഇതേവരെ ചരിത്രത്തിൽ ഇന്നേ വരെ എസൻസ് ഓഫ് ഡെമോക്രസിയെ കുറിച്ചൊന്നും അധികം ചർച്ച ചെയ്യാറില്ല.
പക്ഷേ ഇത് മോഡിയേക്കാൾ കുറച്ചുകൂടെ പുരോഗമനവാദിയാണ് താൻ എന്ന് വരുത്തി തീർക്കുവാനും അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞുറപ്പിക്കാനും അതേസമയം RSS അധ്യക്ഷൻ എന്ന നിലയിൽ സംഘകുടുംബത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരി എന്നുള്ള നിലയിൽ മോഡി തനിക്ക് താഴെയാണെന്ന് കാണിക്കുവാനും മോഹൻ ഭാഗവത് ഈ അവസരം ഉപയോഗപ്പെടുത്തി. മണിപ്പൂരിലെ സംബന്ധിച്ചോളം അദ്ദേഹം മണിപ്പൂരിലെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മണിപ്പൂരിൽ എന്തുകൊണ്ട് സമാധാനം ഒരു വർഷമായിട്ട് എത്തിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. മണിപ്പൂരിൽ സമാധാനം ഒരു വർഷമായിട്ട് എത്തിയില്ല എന്ന് വേണമെങ്കിൽ 6 മാസം മുമ്പ് ഇദ്ദേഹത്തിന് പറയാമായിരുന്നു, അല്ലെങ്കിൽ 3 മാസം മുമ്പെങ്കിലും പറയാമായിരുന്നു. മോഡി ദുർബലനാവുന്ന അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. അത് ഇതിനകത്തുള്ളൊരു ഇന്റർണൽ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമാണ്. പണ്ട് വാജ്പേയിക്കെതിരെയും ദത്തോപാന്ത് തേങ്കടി ഭയങ്കരമായിട്ട് ആക്രമണം നടത്തിയ സംഭവം എനിക്കറിയാം. ഈ സ്വദേശി ജാഗരൺ മഞ്ജുവായിട്ട് ബന്ധപ്പെട്ട് അവസരം ഡെങ്കടിക്ക് അവസാനം RSS പ്രവർത്തനം തന്നെ ഒരു സ്റ്റാഗ്നന്റിലാവുന്ന അവസ്ഥയിലേക്ക് വന്നു. അതൊക്കെ അപ്പോൾ ഇത്തരം ഈ ഒരു പൊട്ടിത്തെറികൾ സംഘകുടുംബത്തിൽ നിന്നും ഈ അധികാരത്തിലിരിക്കുന്ന BJP നേതാക്കളോട് അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന സംഘപ്രചാരകന്മാരോട് പലപ്പോഴും ഈ സംഘകുടുംബത്തിൻ്റെ മേധാവികൾക്ക് ഒരു അലോസരം, ഒരു നീരസം ഉണ്ടാകാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ തങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. അത് മുഖ്യമന്ത്രിമാരോട് ഉണ്ടാവാറുണ്ട്, പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയോടുണ്ടായിട്ടുണ്ട്, മോഡിയോടും ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ എപ്പോഴും അങ്ങനെയാണ്. സംഘകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു മോണോലിത്തിക്കാണ്, നമ്മളൊരു അച്ചിലിട്ട വാർത്ത പോലെയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഷേക്കിംഗ് അവർ കണ്ടാൽ അവരപ്പം അതിനെ കയറി പിടിക്കും. അത് മോഡി ദുർബലമായപ്പോൾ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങൾ എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരു മണിപ്പൂരിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു പുനരാലോചന ഉണ്ടായതോ അല്ലെങ്കിൽ സമാധാനം കൊണ്ടുവരണമെന്നുള്ള തീവ്രമായ ആഗ്രഹമോ ഉണ്ടായതോ അല്ലെങ്കിൽ മോഡിയെ നേർവഴിക്ക് നടത്തണമെന്ന ആഗ്രഹം ഉണ്ടായതോ ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല. അടിസ്ഥാനപരമായിട്ട് എൻ്റെ പിടി നിങ്ങളുടെ ചുമലിൽ, നിങ്ങളുടെ കഴുത്തിൽ ഉണ്ട് എന്ന് സംഘകുടുംബത്തിൻ്റെ മേധാവി, അതിൻ്റെ പ്രചാരകൻ, RSSൻ്റെ പ്രചാരകനായ നരേന്ദ്രമോദിയെ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ശരി, ശ്രീ A. സുരേഷ് കുമാർ, സംഘപരിവാറിനകത്തുള്ള സംഘടനകളുടെ, RSSന് കീഴിലുള്ള സംഘടനകളുടെ അതിൻ്റെ ഒരു ഭാഗമാണ് BJPയും. ആ സംഘടനകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സാധാരണ രീതിയിൽ അറിയില്ല. അതിൻ്റെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിലൊരു കാര്യം, കഴിഞ്ഞ 10 വർഷവും മോഹൻ ഭാഗവത് തന്നെയായിരുന്നു സർസംഘചാലക്. കഴിഞ്ഞ 10 വർഷം മോദി പ്രധാനമന്ത്രിയുമായിരുന്നു. വളരെ നിർണായകമായ, രാഷ്ട്രത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ നരേന്ദ്രമോദി എടുത്തു. ഇപ്പോൾ ആർട്ടിക്കിൾ 370 അത് RSS പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ട കാര്യമാണ്. രാമക്ഷേത്രം RSSൻ്റെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഒരുപക്ഷെ സംഘപരിവാർ പ്രവർത്തകരുടെ ദീർഘകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചൊരു പ്രധാനമന്ത്രിയെ പരസ്യമായി തിരുത്തേണ്ട, അദ്ദേഹം ദുർബലനാവുമ്പോൾ തിരുത്തിക്കളയാമെന്ന് ശ്രീകുമാർ പറയും പോലെ അങ്ങനെ ദുർബലനാവുമ്പോൾ തിരുത്താം, പിടിയിടുക എന്ന് RSS ചിന്തിക്കുന്നുണ്ടോ? അതല്ല മറ്റു വല്ലതുമാണോ ഈ സ്പാറ്റിന് പിന്നിൽ? നമുക്കറിയാവുന്നതുപോലെ എന്തു പറഞ്ഞാലും ഈ മോഹൻ ഭാഗവത് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇവർ സംഘപരിവാരത്തിൻ്റെ 2 ശൃംഖലകളുടെ മേധാവികളാണല്ലോ. അപ്പോൾ വലിയേട്ടൻ ചെറിയേട്ടൻ്റെ ചെവിക്ക് പിടിച്ചതുപോലെയുള്ളൊരു ഫീലിംഗ് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് പക്ഷേ ഇവരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ സംഘപരിവാറിലെ നയിക്കുന്ന RSSനെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളമോ എന്തെങ്കിലും ചിന്താഗതിയിൽ എന്തെങ്കിലും വ്യത്യാസമൊന്നുമില്ല. ഇതൊരു ഒരേ തോടെ പോകുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു തിരിച്ചടി സംഭവിക്കുന്നു. ആ തിരിച്ചടിയെ ഞങ്ങൾ അനലൈസ് ചെയ്ത് ഇങ്ങനെ ഒരു മാറ്റം, അതായത് അത് ജനങ്ങളുടെ ഒരു പ്രതികരണമാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ തന്നെയല്ലേ മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയിലുള്ളത്. അതെല്ലാം കൂടി അദ്ദേഹം ഏറ്റെടുത്ത് പറയുന്നു. അപ്പോൾ ഈ സംഘപരിവാരത്തിനുള്ളിലെ ചിന്താഗതികളെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രസ്താവന മാത്രമാണ് മോഹൻ ഭാഗവത് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ മോഹൻ ഭാഗവതിന് മോദിയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് പ്രധാന പൂജാരിയായിട്ട് നരേന്ദ്രമോദിയും അതിൻ്റെ ഒരു സഹകാർമ്മികനായിട്ട് മോഹൻ ഭാഗവതും നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഹിന്ദുത്വ വിശ്വാസങ്ങളെ നയിക്കുന്നത് ഞാനാണ് എന്ന് നരേന്ദ്രമോദി എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സംഘപരിവാരം കുറച്ചൊന്ന് RSSന് കുറച്ചൊന്ന് പുറകോട്ട് എന്ന് കരുതി RSS അല്ലാതാകുന്നില്ല. RSS വലിയേട്ടൻ തന്നെയാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത വന്ന ഘട്ടത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല.
ഇപ്പോൾ പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ RSSന്റെ വാക്ക് കേട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഉരുണ്ടുകൂടിയിരുന്നു. അതിന് വേണ്ടത്ര മോദി കണക്കിലെടുത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി എത്രയോ കാലമായിട്ട് പിന്നെ മോദിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു ഫ്രിക്ഷൻ, നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ മനോഭാവം, ഞാൻ രാജാക്കന്മാരെ RSS സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയിലുള്ളത്. ഇപ്പോൾ പിന്നെ നമുക്ക് വേറൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UPയിലെ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുള്ള UPയിൽ പിന്നെ അഖിലേഷ് യാദവിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒന്നിച്ചുള്ള പ്രവർത്തനവും അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരവും തീർച്ചയായിട്ടും പ്രതിഫലിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് ആനുപാതികമായല്ലാതെ ചില സംഭവങ്ങൾ കൂടി UPയിൽ നടന്നിട്ടില്ലേ എന്നുള്ള, അല്ലെങ്കിൽ യോഗിയും മോദിയുമായിട്ടുള്ള ഫ്രിക്ഷൻ, അല്ലെങ്കിൽ RSSും യോഗിയുമായിട്ടുള്ള അടുപ്പം ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റ് നില കുറയ്ക്കുന്നതിൽ ഘടകമായിട്ടില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അജിംസിനും അറിയാം, 80 സീറ്റുള്ള UPയിൽ അഖിലേഷ് യാദവും കോൺഗ്രസും കൂടി പിന്നെ ശക്തമായിട്ട് മുന്നേറുമ്പോൾ 62 സീറ്റിൽ നിന്ന് എത്ര സീറ്റ് താഴെ പോകും എന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്. ശരാശരി ഒരു 45-50 എന്നൊക്കെയുള്ളൂ ഒരു ശരാശരി വിശകലനങ്ങളിലൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്, പിന്നെ അലഹബാദിൽ നടന്ന അഖിലേഷിൻ്റെ റാലിക്കൊക്കെ വൻ ജനാവലിയായിരുന്നു. എങ്കിലും ഈ 62-ൽ നിന്ന് 34 സീറ്റിലേക്ക് പോവുകയും സമാജ്വാദി പാർട്ടി അതിനും മേലെ സീറ്റ് നേടുകയും ചെയ്തതിൽ എന്താ പറയുക, ഈ അലയൻസിൻ്റെ ദൃഢതയ്ക്കപ്പുറം RSSന്റെ ഒരു എന്താ പറയുക, ഒരു നിസ്സംഗത എവിടെയെങ്കിലും പ്രകടമായിട്ടില്ലേ എന്ന് സംശയിക്കാൻ തക്ക കാരണങ്ങൾ ഉണ്ട്. അത് ഇപ്പോൾ മോഹൻ ഭാഗവതിൻ്റെ നടത്തിയ പ്രസ്താവനയിലും ആ അസ്വാരസ്യം പ്രതിഫലിക്കുന്നുണ്ട് എന്ന് കരുതി ഒരിക്കലും സംഘപരിവാറിൻ്റെ ഒരു ഗ്രൂപ്പും ചേട്ടനും അനിയനും തമ്മിലുള്ള ചില ഈഗോ പോലെ അല്ലാതെ ഇവരുടെ എന്താ പറയുക, വലിയ അകൽച്ചകളിലോ ഏറ്റുമുട്ടലുകളിലേക്കോ പോകുന്ന ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ JP നഡ്ഡയുടെ ഒരു പരാമർശമുണ്ടല്ലോ, അതായത് RSS ഇല്ലാതെ തന്നെ ഞങ്ങൾ സ്വയം പര്യാപ്തരാണ്, തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താൻ ഞങ്ങളുടെ പ്രവർത്തകർ മതി, RSS അങ്ങനെ നിർബന്ധമായിട്ടും BJP സഹായിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ BJPക്ക് ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കാനുള്ള ഒരു കാരണം കൂടി RSS പ്രവർത്തകരുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തില്ല എന്ന ഒരു വസ്തുത മുൻനിർത്തിയാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് ഈ ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുകൊണ്ട്. അതിൽ പറയുന്നത് ഈ BJPയുടെ ഫുഡ് സോൾജിയേഴ്സ് അല്ല RSS തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ വേണ്ടി BJPക്ക് ആളെ കൊടുക്കുന്ന ഒരു പണി ഞങ്ങൾക്കില്ല എന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഈ രണ്ട് പ്രസ്താവനകളെയും കൂട്ടി വയ്ക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ JP നഡ്ഡ പറഞ്ഞത് അത് സാന്ദർഭികമായി പറഞ്ഞതാകാം. അത് ഒരു കാര്യം ശരിയാണ്, ഈ RSSന്റെ നിസ്സംഗത എന്നുള്ള വിഷയം, അല്ലെങ്കിൽ RSSന്റെ ഫുഡ് സോൾജിയേഴ്സ് ഉത്തർപ്രദേശിലൊക്കെ കാര്യമായിട്ട് പണിക്കിറങ്ങിയിട്ടില്ല. RSS സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് വീടുകളിൽ ചെന്ന് പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തി അവർക്കൊരു പ്രതലമുണ്ടാക്കുക. BJP അത് കഴിഞ്ഞിട്ട് പ്രൊപ്പഗാൻഡ നോട്ടീസും ഒക്കെ ആയിട്ട് ചെല്ലുന്നതിന് മുൻപ് ഒരു സാഹചര്യം രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ഒന്ന് വശീകരിക്കുക, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതായത് ഈ സാധാരണ ജനങ്ങൾക്ക് വലിയ എതിർപ്പ് വികാരമുണ്ടെങ്കിൽ അത് തിരിച്ച് BJPയിലേക്ക് ആ വിഷയം കൺവേ ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെയുള്ള രണ്ടു വശത്തേക്കുമുള്ള ഫീഡ്ബാക്ക് കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, RSSന്റെ കാഡർമാർ കാര്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഈ നിസ്സംഗത എന്നുള്ളത് ഒരു വിഷയം തന്നെയായിരുന്നു. പക്ഷെ എന്നാലും RSS എതിരെ പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. RSS ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പണ്ട് ഈ മറ്റേ 1818 മേരി പേഴ്സി, അല്ലെങ്കിൽ പിന്നീട് മേരി ഷെല്ലിയായി മാറിയ വിഖ്യാത എഴുത്തുകാരി എഴുതിയിട്ടുള്ള നോവൽ, ഫ്രാങ്കൻസ്റ്റൈൻ നോവൽ ഉണ്ട്. അപ്പം അതിൽ ഈ വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ ഒരു സ്വത്വത്തെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു സൃഷ്ടി നടത്തുന്നു. അത് അവസാനം അദ്ദേഹത്തിന് തന്നെ കാണുമ്പോൾ പേടിയാകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്, ഈ ശാസ്ത്രജ്ഞന് തന്നെ ആ സത്വത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി അദ്ദേഹത്തെ എന്താ പറയുന്നത്, അതിനേക്കാൾ വലിയൊരു ഒരു ക്രീച്ചറായി മാറുന്ന ഒരു കാര്യമാണ് അതിൽ പ്രധാന പ്രമേയം. അപ്പോൾ ഈ RSS ആണ്
നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിയുടെ സൃഷ്ടാവ്. പക്ഷേ ഈ സൃഷ്ടാവിനേക്കാൾ വലിയ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ കുറച്ചുകൂടി സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിലാണെങ്കിൽ ഈ ഭസ്മാസുരന്റെ ഇന്ത്യൻ പുരാണങ്ങളിൽ ശിവൻ ഭസ്മാസുരന് വരം കൊടുത്ത കാര്യമുണ്ടല്ലോ. അപ്പോൾ ഈ ഭസ്മാസുരൻ ശിവന് തന്നെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ആ ഘട്ടം വരുമ്പോൾ ശിവന് തന്നെ ഓടേണ്ടി വരികയാണ്, വരം കൊടുത്ത ശിവന് തന്നെ. അപ്പൊ അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം RSSന്റെ ഒരു അവസ്ഥ, പ്രെഡിക്കമെന്റ്. RSS ആണ് ഈ മോദിയെ സൃഷ്ടിച്ചതെങ്കിലും ഇപ്പോൾ മോദി RSSനേക്കാൾ വലുതായി, RSS പറഞ്ഞാൽ കേൾക്കാത്ത ആളായി. അതേ ഒരു മോദി എന്ന് പറയുന്നത് അതേ ഒരു ഏകാധിപതിയാണ്. പക്ഷെ RSS ഒരിക്കലും ഒരു അങ്ങനെ ഒരു ഏകാധിപത്യം പൂർണ്ണമായി, അത് RSSന്റെ ലിറ്ററേച്ചർ വായിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എൻ്റെ പുറകിൽ RSSന്റെ കുറെ RSSുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പുസ്തകങ്ങൾ ഉണ്ട്. അത് ഞാൻ പലതും വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ RSS എന്ന് പറയുന്നത് അവര് ഈ എന്താ പറയുന്നത്, പണ്ട് ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഒരു കാലത്ത് അവരോടുള്ള ഒരു ആരാധനയിൽ ആ ഒരു RSSന്റെ പ്രത്യയശാസ്ത്രം അങ്ങനെയാണ് അത് പൂർണ്ണമായി എന്താണ് അവരുടെ അതിന്റെ ആഖ്യാനം നടന്നിരിക്കുന്നത്. പിന്നീട് അതിനുശേഷം 40-ൽ സർസംഘചാലകായ MS ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ മറ്റേ ബഞ്ച് ഓഫ് തോട്ട്സിൽ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്, ഇന്റേണൽ എനിമീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ RSSന് എപ്പോഴും ഒരു ഇതുപോലെയുള്ള ഒരു ഏകാധിപതിയോടുള്ള ആരാധന ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് അവരെ ഒരു കൺജീനിയാലിറ്റി, അവരെപ്പോഴും ഒരു ഓർഗനൈസേഷനെയാണ്, ഒരു എന്താ പറയുക കളക്റ്റീവ് ലീഡർഷിപ്പിനെയാണ് അവരെപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ഒരു ഞാൻ പറയുന്നതിൽ തന്നെ ഒരു എന്താ പറയുന്ന ഒരു അതിൽ രണ്ട് വശങ്ങളുണ്ട്. അത് RSSൽ തന്നെയുള്ള ഒരു പ്രശ്നമാണ്, അതിന്റെ ഐഡിയോളജി അതിന്റെ നിർവചനത്തിൽ തന്നെയുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ വിരോധാഭാസം. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് RSSന് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ 2019 ശേഷം പ്രത്യേകിച്ചും RSSന്റെ ദൂതന്മാരെ, പ്രത്യേകിച്ച് മോഹൻ ഭാഗവത്തിന്റെ ദൂതന്മാരെ പ്രധാനമന്ത്രി കാണാത്ത വിഷയങ്ങളൊക്കെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. മോഹൻ ഭാഗവത് അയക്കുന്ന ദൂതനെ പ്രധാനമന്ത്രി നേരിട്ട് കാണുകയില്ല, പക്ഷേ സെക്രട്ടറി PK മിശ്രയാണ് നിയോഗിക്കുന്നത്. PK മിശ്രയോട് പറഞ്ഞ് കാര്യങ്ങൾ മോദിയുടെ ചെവിയിലെത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് 2021 ദത്താത്രേയ ഹോസബാലെ സഞ്ജയ് ജോഷിയെ ജനറൽ സെക്രട്ടറി ആയിട്ട് റീപ്ലേസ് ചെയ്യുന്ന, സർവ് സംഘചാലക് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് സംഘചാലകാണ്, അതായത് ജനറൽ സെക്രട്ടറി. അപ്പൊ ആ പോസ്റ്റിലേക്ക് ദത്ത സാഹിബ് എന്ന് അറിയപ്പെടുന്ന ഈ ദത്താത്രേയ ഹോസ്ബാലെ കർണാടകത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് പിന്നീട് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമാകുന്നത്. കാരണം ഈ ദത്താത്രേയ ഹോസ്ബാലെ കുറച്ചുകൂടി നരേന്ദ്രമോദിയുമായിട്ട് കുറച്ചുകൂടി നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പോൾ എന്നാൽ പോലും മൊത്തത്തിൽ ഈ മോഹൻ ഭാഗവതിന് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സഹപൂജാരി ആയിരിക്കാനും ഒരു മൂലക്കിരുത്തുന്നതൊന്നും ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. എന്നാൽ RSSന്റെ പല ഐഡിയോളജിക്കലായിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും പുറമെ നരേന്ദ്രമോദി ഇവരെ ധിക്കരിക്കുന്നു, അല്ലെങ്കിൽ ഇവരെ ഒരു വില കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം RSSനും മോഹൻ ഭാഗവതിന് പ്രത്യേകിച്ചും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമാണ്. മോദി ദുർബലനായതിനു ശേഷമാണ് മോഹൻ ഭാഗവത് ഇത് പറയുന്നത്. മോഹൻ ഭാഗവതിന് പോലും അല്ലെങ്കിൽ RSSന് പോലും മോദിയെ ഭയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ നമ്മുടെ മീഡിയ, ജുഡീഷ്യറി തുടങ്ങിയ വലിയ എന്താ പറയുന്ന പില്ലേഴ്സ്, ഇവിടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടുംതൂണുകളായിട്ടുള്ള ഈ വിഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഒരു പരിധിവരെ അവർക്ക് അവരുടെ ആശങ്കയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നത് പോലെ തന്നെ RSSനും ആ ഒരു ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ മറ്റൊരു വിരോധാഭാസം. ശരി, ശ്രീകുമാർ മനയിൽ, അങ്ങനെ ഒരു ഭയം മോദിയോടും അമിത്ഷായോടും RSSനുണ്ടോ? അത് ആളുകൾക്ക് ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന പ്രസ്താവനയായിരിക്കും. അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ 10 വർഷമാണ് RSSന് ശാഖകൾ വർദ്ധിച്ചത്. അവരുടെ റീച്ച് നാഷണൽ ത്രൂ ഔട്ട് ദ കൺട്രി വലിയ തോതിലുള്ള റീച്ച് അവർക്കുണ്ടായത്, കൂടുതൽ ശാഖകൾ ഉണ്ടാവുന്നത്, കൂടുതൽ വോളണ്ടിയേഴ്സ് മീൻസ് സ്വയം സേവകർ കൂടുതൽ അവരിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വശത്ത് BJP RSSനെയും വളർത്തുന്നുണ്ട്, RSS BJPയും വളർത്തുന്നുണ്ട്. ഇതിനപ്പുറം
ആരാണ് കേമൻ, ആരാണ് ഒന്നാമൻ തുടങ്ങിയ തർക്കങ്ങളൊക്കെ സംഘത്തിനകത്തുണ്ടാവും? അജിംഷെ, താങ്കൾ പറഞ്ഞ അവസാനത്തെ വാചകം കണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം പ്രതിഫലിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ മറ്റേ RSS നേതൃത്വത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന മോഹൻ ഭഗവത്തിനോ എത്ര ഹോസ്പിറ്റലിക്കോ ഒന്നും മോഡിയെ അല്ലെങ്കിൽ ഭയമായിട്ടല്ല. പക്ഷേ ഇവരുടെ ഇടയിൽ ഒരു മൂപ്പിളമ തർക്കം കൃത്യമായിട്ടുണ്ട്. അത് വാജ്പേയി ഉള്ള കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ വാജ്പേയി കുറച്ചുകൂടെ സരസനായ വ്യക്തി ആയതുകൊണ്ടും കുറച്ച് മോഡിയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഒരു വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ആളായതുകൊണ്ടും അദ്ദേഹത്തിന് അത് കുറച്ച് ഒരു പ്രമോദ് മഹാജനിലൂടെ അദ്ദേഹം കുറച്ചുകൂടെ സംഘകുടുംബമായിട്ട് അത് ഇൻറ്ററാക്ട് ചെയ്ത് കുറച്ചു കൊണ്ടുവന്നു. പക്ഷേ ഈ നരേന്ദ്രമോദി ഒരിക്കലും ഇൻറ്ററാക്റ്റബിൾ ആയിട്ടുള്ള ആളല്ല. ശരിക്കും അദ്ദേഹം പറയുക, മറ്റുള്ളവർ കേൾക്കുക എന്നുള്ള, ശരിക്കും നമ്മൾ ആ റേഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് എപ്പോഴും. ഗുജറാത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു, ഞാൻ പറയുക നിങ്ങൾ കേൾക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഇത്തവണ പ്രധാനമന്ത്രി ആയതിനു ശേഷവും. യഥാർത്ഥത്തിൽ RSSഉം മോഡിയും രണ്ടല്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. രണ്ടാണെന്നും തോന്നലുണ്ടാകുന്നത് ഒരുപക്ഷെ ഈ സംഘകുടുംബത്തിൻ്റെ അതിൻ്റെ കെമിസ്ട്രി, താങ്കൾ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ കെമിസ്ട്രി അറിയാത്തതുകൊണ്ടാണ്. RSSൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് മോഡിയില്ല. കാരണം മോഡിയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് എൻ RSS പ്രചാരകൻ. RSS പ്രചാരകൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഉള്ള ഒരു പോസ്റ്റാണ്. കാരണം നമ്മൾ ഈ കത്തോലിക്ക സഭയിൽ ഒരിക്കലും പുരോഹിതനായ പിന്നെ പുരോഹിത പട്ടം മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത്, ഒരിക്കലും പ്രചാരകനായ പിന്നെ അയാൾ പ്രചാരകമാണ്. അത് വാജ്പേയി അങ്ങനെ തന്നെയായിരുന്നു, ഈ നരേന്ദ്രമോദി അങ്ങനെ തന്നെ. അപ്പോൾ RSSഉം മോഡിയും രണ്ടല്ല. മോഹൻ ഭഗവത്തും RSSഉം മോഡിയുമെല്ലാം ഒരേ സംഭവത്തിൻ്റെ വിവിധ അവയവങ്ങൾ, വിവിധ ഓർഗൻസ് ആണ്. പക്ഷേ ഇവ കൃത്യമായിട്ട് നമ്മൾ ഈ അപ്പോഴും ഈ ഹ്യൂമൻ സൈക്കോളജി വർക്ക് ചെയ്യുമല്ലോ. കാരണം ആരാണ് വലുത്? സംഘകുടുംബത്തിൻ്റെ തലവനാണോ ഇന്ത്യൻ സർക്കാരിൻ്റെ തലവനാണോ വലുത്? ഇപ്പോൾ ഇന്ത്യൻ സർക്കാരിനെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ BJP ഉണ്ടാക്കിയത് RSS ആണ് എന്നുള്ളൊരു ബോധം RSSൻ്റെ നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മോഡി ആകട്ടെ അത് അംഗീകരിച്ചു കൊടുക്കാൻ അല്പം വൈമനസ്യമുള്ള ആളായിരുന്നു. അതാണ് നേരത്തെ JP നഡ്ഡയുടെ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞത്. ഇനി RSSൻ്റെ പിടിയിൽ നിന്ന് മോചിതമായിട്ട് പുതിയൊരു BJP ഉണ്ടാവുക എന്നുള്ളൊരു ആഗ്രഹം, ഒരു സ്വപ്നം ഈ മോഡിക്കും അമിത്ഷായ്ക്കും അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ RSS ഒരിക്കലും അത് ആഗ്രഹിച്ചിട്ടില്ല. കാരണം 1967 അന്നത്തെ ജനസംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ബൽരാജ് മധോക്ക് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നു. കാരണം സ്വതന്ത്ര പാർട്ടി, ജനസംഘം തുടങ്ങിയ ഇന്ത്യയുടെ വലതുപക്ഷ പാർട്ടികളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒറ്റ പാർട്ടിയായിട്ട് മാറി ഇന്ദിരാഗാന്ധി എതിരിടുക എന്നുള്ള തന്ത്രമായിരുന്നു ബൽരാജ് മധോക്ക് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, RSSൻ്റെ പിടിയിൽ നിന്ന് ജനസംഘം മോചിതമായിട്ട് ഇത് ഒറ്റ പാർട്ടിയായി തീരണം, എങ്കിൽ മാത്രമേ കോൺഗ്രസിനെ നേരിടാൻ കഴിയുന്നുള്ളതാണ്. പക്ഷേ അതിന് അന്നത്തെ RSSൻ്റെ നേതൃത്വം, ഈ MS കോൾവാക്കർ അടക്കമുള്ള RSS നേതൃത്വം ശക്തിയായിട്ട് എതിർക്കുകയും വാജ്പേയിയെയും ദീനദയാൽ ഉപാധ്യായും വെച്ച് ഈ ബൽരാജ് മധോക്കിൻ്റെ നീക്കം പൊളിക്കുകയും ചെയ്തു. അപ്പോൾ എപ്പോഴും RSSൻ്റെ ക്ലച്ചസിലായിരിക്കണം BJP, അല്ലെങ്കിൽ ഏതാണോ RSSൻ്റെ രാഷ്ട്രീയ രൂപം അത് അവരുടെ കൈകളിലായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആദ്യം മുതലേ കൃത്യതയുണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ ഹലോ കേൾക്കാം ശ്രീകുമാർ, പറഞ്ഞോളൂ. അപ്പോൾ ആര് വളയമില്ലാതെ ചാടുന്നോ അവരെ പിടിച്ചിരുത്തുക എന്നുള്ളൊരു തന്ത്രമുണ്ട് ഇവർക്ക്. അത് മോഡി ശക്തനായിട്ട് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ സർക്കാർ ഇരിക്കുന്നു, സർക്കാരിലും സംഘമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സംഘത്തിൻ്റെ ചില താല്പര്യങ്ങളുണ്ട് സർക്കാരിലൊക്കെ, സൈന്യത്തിൽ, മറ്റേ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ RSSന് ചില താല്പര്യങ്ങളുണ്ട്. അതെല്ലാം മോഡി കൃത്യമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോഡിയായിട്ടൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ, അധികാരത്തിൽ ഇരിക്കുമ്പോൾ മോഡിയായിട്ട് കോൺഫ്ലിക്റ്റ് വന്നാൽ ഈ ഒരു സംഭവം കട്ടായി പോകുമോ എന്നുള്ളൊരു ആശങ്ക ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ RSSൻ്റെ പരിപാടികൾ ആ പ്രോസസ്സ് നടത്തിക്കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും ഒരു കട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്ഷൻ മോഡി വയ്ക്കുമോ എന്നുള്ള പേടി ഇവർക്കുണ്ടായതുകൊണ്ട് അവരന്നൊന്നും മിണ്ടിയില്ല. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മോഡി അല്പം ദുർബലനായി കഴിയുമ്പോൾ ഇനി ഞങ്ങൾക്ക് കുറച്ച് നിങ്ങളോട് പറയാനുണ്ട്, അതും കൂടെ കേട്ടതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുത്താൽ മതി ഒരു നിർദ്ദേശ രൂപത്തിലുള്ള മോഹൻ ഭഗവത് മോഡിയും RSSഉം രണ്ടല്ല ഒന്ന് തന്നെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ 2019 ഉണ്ടായിരുന്ന മന്ത്രിസഭ അതുപോലെ ഒരു കൂട്ടുകക്ഷി സർക്കാരിലും ആവർത്തിക്കുന്നത്? അമിത്ഷാ തന്നെയാണ് ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്, ഒരു മാറ്റവുമില്ല. അതേസമയം ഈ മന്ത്രിസഭയിൽ ഒരു മാറ്റം വരുത്താനൊന്നും RSS ആഗ്രഹിക്കുന്നില്ലേ? ഇത് അജിംസ്, ഇതാണ് അതിൻ്റെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ അറിയാമോ, ഈ അമിത്ഷായേക്കാൾ കൂടുതൽ മിടുക്കനായ ഒരു RSSകാരനെ ആഭ്യന്തരമന്ത്രിയായിട്ട് കിട്ടുമോ? RSSൻ്റെ ദൃഷ്ടിയിൽ കിട്ടില്ല. അമിത്ഷായേക്കാൾ RSSനോട് കമ്മിറ്റ്മെൻറ്റുള്ള ഏത് ആഭ്യന്തരമന്ത്രിയെ കിട്ടും നിങ്ങൾക്ക്? അത് കിട്ടില്ല. RSSൻ്റെ പ്രചാരകനായ ജനസംഘകാലം മുതൽ RSSായിട്ട് ഏറ്റവും കൂടുതൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള രാജ്നാഥ് സിംഗ്
രാജ്നാഥ് സിംഗിനെ പോലത്തെ ഒരു RSSകാരനെ അല്ലാതെ RSSകാരനെ പ്രതിരോധ മന്ത്രിയാക്കാതെ വേറെ ആരെ പ്രതിരോധ മന്ത്രിയാക്കും? എസ് ജയശങ്കറിനെ പിടിച്ച് പ്രതിരോധ മന്ത്രിയാക്കാൻ പറ്റൂ? അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമനെ ആഭ്യന്തരമന്ത്രിയാക്കാൻ പറ്റൂ? അപ്പോൾ RSS പറയുന്നത് പ്രൈമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പ്രചാരകർ അല്ലെങ്കിൽ അവരിൽ നിന്ന് വളർന്നു വന്ന ആളുകൾ തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ RSSന് നിർബന്ധമുണ്ട്. അപ്പോൾ ഇവരാരും നരേന്ദ്രമോദിയോ അമിത്ഷായെയോ രാജ്നാഥ് സിംഗിനെയോ ഒന്നും എതിർക്കുന്നില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ഇവരെ നയിക്കുന്ന ആശയം ഒന്ന് തന്നെയാണ്. പക്ഷെ ആശയങ്ങളൊന്നാകുമ്പോഴും മനുഷ്യരാണല്ലോ ഇവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ചെറിയ ഈ പറഞ്ഞ പോലെ ചെറിയ ഈഗോ ക്ലാഷുകളുണ്ടാവും, ചെറിയ മൂക്കുളവുന്ന തർക്കങ്ങളുണ്ടാവും, അവൻ എന്നെ ബഹുമാനിക്കുന്നില്ല തോന്നലുണ്ടാവും. പക്ഷേ ആശയങ്ങൾ വളരെ വാജ്പേയിയുടെ കാലത്ത് പോലും വളരെ ഒരു നെഹ്റുവിയെ എന്ന് RSSകാർ കളിയാക്കി വിളിക്കുന്ന വാജ്പേയി പോലും ആത്യന്തികമായിട്ട് ഹിന്ദുത്വ അജണ്ടയ്ക്ക് വിധേയനായിട്ട് തന്നെയാണ് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ വാജ്പേയി കുറച്ചുകൂടെ ഡെമോക്രാറ്റിക് ആയിരുന്നു എന്ന് മാത്രം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന നെഹ്റുവിയൻ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആയിരുന്നു. പക്ഷേ മോഡി അത്രയും പോലും ഡെമോക്രാറ്റിക് അല്ല. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഉള്ളത് പ്രത്യയശാസ്ത്രപരമായിട്ട് യാതൊരു എതിർപ്പും തർക്കവും ഇവർ തമ്മിലില്ല. ഇവർ തമ്മിലുള്ളത് ഈ വ്യക്തികൾ തമ്മിലുള്ള ഈഗോ ക്ലാഷുകൾ, വ്യക്തികൾ തമ്മിലുള്ള സംശയങ്ങൾ. കാരണം അധികാരം എപ്പോഴും അങ്ങനെയാണല്ലോ, എപ്പോഴും മറ്റുള്ള സംശയം ഉണ്ടാകും. കാരണം ഈ മൊഴി തോന്നിയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ മോഹൻ ഭഗവത് ആരെങ്കിലും റീപ്ലേസ് ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇപ്പോൾ യോഗിയെ വെച്ച് എന്നെ റീപ്ലേസ് ചെയ്യാൻ മോഹൻ ഭഗവത് ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്കിൽ ആ പദ്ധതി അദ്ദേഹം എത്ര വർഷം കൊണ്ട് നടപ്പാക്കും? അപ്പോൾ അതിന് തടയിടണ്ടേ? അപ്പോൾ മോഡി ആഗ്രഹിക്കുന്നത് അമിത്ഷാ പിൻഗാമിയായിട്ട് വരണമെന്നാണ്. RSSൽ ആരും അമിത്ഷാ മോഡി പിൻഗാമിയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് വരെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർ അമിത്ഷായേക്കാൾ കൂടുതൽ യോഗിയെ പ്രിഫർ ചെയ്യുന്നു. കാരണം മറ്റൊന്നുമല്ല, അമിത്ഷാ എന്ന് പറയുന്ന ഒരു കുടുംബസ്ഥനാണ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ മറ്റു പല താല്പര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പോൾ യോഗിയെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ ഈ മോഡിയെ പോലെ തന്നെ വിവാഹം കഴിച്ചിട്ടുള്ള കുടുംബമില്ല. അപ്പോൾ കൃത്യമായിട്ട് ഈ തങ്ങളുടെ ആശയവും പ്രത്യയശാസ്ത്രവും ഹിന്ദുത്വ അജണ്ടയും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് RSSന് അറിയാം. അപ്പോൾ RSS ഒരിക്കലും ഈ അദ്വാനിക്ക് പോലും ഉണ്ടായ പ്രശ്നം RSS ഒരിക്കലും ഈ വിവാഹം കഴിച്ച് കുടുംബസ്ഥരായി വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ ചെയ്യുന്ന ആളുകളെ ഏറ്റവും പ്രായമായിട്ടുള്ള പോസ്റ്റിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ അമിത്ഷായെ RSSന് താല്പര്യമില്ല. ശരിക്കും പ്രശ്നം അവിടെയാണ് കേട്ടോ. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്ന അമിത്ഷായിൽ നിന്നാണ്. അമിത്ഷായെ ബേസിക്കലി മോഡിയുടെ പിൻഗാമിയാക്കാൻ RSSന് വലിയ താല്പര്യമില്ല. അവർക്ക് ആഗ്രഹം യോഗിയാണ്. യോഗി അവിടെ എന്താ പറയുക, പല എൻകൗണ്ടർ സംഭവങ്ങൾ നമുക്കറിയാം, നമ്മൾ ടി വിയിലൊക്കെ ഉണ്ടല്ലോ, പച്ചയെ വെടിയിച്ചു വരുന്നത്. അതൊക്കെ ചെയ്തുകൊണ്ട് തെളിയിച്ചു ഞാൻ RSSന് പറ്റിയ ആളാണ് തെളിയിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ മോഡി ഏതായാലും 2029 മോഡിയുടെ കാലഘട്ടം അവസാനിച്ചു. അപ്പോൾ പിന്നീട് ആരെന്നുള്ള ചോദ്യം ഇപ്പോഴേ സംഘപരിവാർ ഉയർന്നു വന്നു കഴിഞ്ഞു സംഘകുടുംബത്തിൽ. അതാണ് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം. നമ്മൾ വേറെ ചിന്തിക്കേണ്ടതിനെ കുറിച്ച് ആരാണ് മോഡിയുടെ പിൻഗാമി എന്നുള്ള ചർച്ച വളരെ ആക്റ്റീവായിട്ട് വളരെ വിസിബിളായിട്ട് സംഘ കുടുംബത്തിന്റെ മേൽത്തട്ടുകളിൽ വന്നു കഴിഞ്ഞു. അതാണ് ഈ പ്രശ്നത്തിന്റെ മൂല കാരണം. ശരി, ശ്രീ എസ് സുരേഷ് കുമാർ, മോദിയുടെ പിൻഗാമി ആരെന്ന ചോദ്യത്തിന് യോഗി എന്നാണ് RSSന്റെ മറുപടി എന്ന് പറയുന്നു. പക്ഷേ യോഗി RSSകാരനാണോ? യോഗിയുടേതായ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ. യോഗി വളർന്നു വന്ന ആ വഴിയിലൂടെ അല്ലല്ലോ, വേറൊരു വഴിയിലൂടെയാണല്ലോ. അങ്ങനെ യോഗി RSSന് സ്വീകാരനാവുമോ മോദിയുടെ പിൻഗാമിയായി? ഈ യോഗി UP മുഖ്യമന്ത്രിയായി വരുന്നത് നരേന്ദ്രമോദിയുടെ താല്പര്യപ്രകാരമല്ലായിരുന്നു, മോദി അമിത്ഷായുടെ താല്പര്യപ്രകാരമല്ലായിരുന്നു 2017 വരുന്നത്. അന്ന് RSSന്റെ താല്പര്യപ്രകാരമായിരുന്നു യോഗി പൊടുന്നനെ കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു രാഷ്ട്ര നിർമ്മിതി എന്നുള്ളത് തന്നെയാണ് അവരുടെ അജണ്ട എന്നുള്ളത്. അത് നടപ്പാക്കുന്ന രീതി എങ്ങനെ, അല്ലെങ്കിൽ അതിന് എത്രത്തോളം കാലമെടുക്കും എന്നുള്ളതും അതിൻ്റെ ചർച്ചകളും ഒക്കെ വേറെ വശമാണ്. പക്ഷേ അവരുടെ ആത്യന്തിക ലക്ഷ്യം ഹിന്ദു രാഷ്ട്ര നിർമ്മിതി തന്നെയാണല്ലോ. അപ്പോൾ അതിന് നമുക്കറിയാം വാജ്പേയി ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് നിൽക്കുന്ന വാജ്പേയി എത്രയോ ഉദാര മതിയായ ഒരു നേതാവാണ്. അതിനുശേഷം അന്ന് അദ്വാനി ആയിരുന്നു വലിയ ഒരു തീവ്ര നിലപാടുകാരൻ. അത് കഴിഞ്ഞപ്പോൾ അദ്വാനി എത്രയോ മിത ഭാഷയായി നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി നമുക്ക് മുമ്പിൽ തീവ്ര നിലപാടുകാരനായി നിൽക്കുന്നു. ഇനി നരേന്ദ്രമോദി വളരെ ഉദാര മുഖനായി വരുന്ന ഒരു സമയം വരുന്നു. അപ്പോഴേക്കും യോഗി കടന്നു വരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു നിർമ്മിതി നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഈ ഒരു ഹിന്ദുരാഷ്ട്ര നിർമ്മിതിയിലേക്ക് ജനാധിപത്യ മതേതര മതനിരപേക്ഷ ഇന്ത്യയെ മാറ്റിയെടുക്കുമ്പോൾ അതിന് തക്ക വിധത്തിൽ ഓരോ മുഖങ്ങൾ ഇങ്ങനെ മാറി വരുന്നുണ്ട്. RSSന് തീർച്ചയായിട്ടും യോഗി സ്വീകാര്യനാണ്. മറ്റൊരാൾ അങ്ങനെ അവർ കണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി മോദിക്ക് ശേഷമുള്ള നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോദിക്ക് ശേഷം അമിത്ഷാ അല്ല, പകരം കൂടുതൽ സ്വീകാര്യനായി വരിക യോഗി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് UPയിൽ നേരത്തെ ഈ ബുൾഡോസർ രാജിൻ്റെ പശ്ചാത്തലമുണ്ടാക്കിയ യോഗിയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ശരി. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ ഈ തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് സൈദ്ധാന്തികമൊന്നുമല്ല, വ്യക്തിപരമാണ് എന്നൊരു സൂചനയാണ് നമുക്കിപ്പോൾ ഈ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ ദീൻ ദയാൽ ഉപാധ്യായ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, അദ്ദേഹം മരിച്ചതല്ല കൊല്ലപ്പെട്ടതാണെന്നാണ് ഇപ്പോഴും ഒരു പബ്ലിക് വിശ്വാസം. അതുപോലും വാജ്പേയിയും ദീൻ ദയാൽ ഉപാധ്യായും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളുടെ പേരിലാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ തർക്കങ്ങൾ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റാൻ പറ്റുന്ന വിധം മാറാറുണ്ടോ? പ്രത്യേകിച്ചും നരേന്ദ്രമോദിയും സഞ്ജയ് ജോഷിയും തമ്മിലുണ്ടായിരുന്ന വ്യക്തിപരമായ ഭിന്നതകൾ അങ്ങനെ സംഘത്തിൻ്റെ രാഷ്ട്രീയം മീൻസ് BJPയുടെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന തരത്തിൽ വളരുമോ? അല്ല ജിംസ്, ഞാൻ അതിനോട് വിയോജിക്കുന്നു. ഈ ദീൻ ദയാൽ ഉപാധ്യായയുടെ മരണം മുഗൾ സറായ് സ്റ്റേഷൻ, ഇപ്പോൾ മുഗൾ സറായ് എന്നുള്ള പേര് മാറിയിട്ടുണ്ട്. ആ റെയിൽവേ സ്റ്റേഷന്റെ പേര് തന്നെ ദീനദയാൽ ഉപാധ്യായ സ്റ്റേഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഉത്തർപ്രദേശിൽ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് ഈ മുഗൾ സറായ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ എനിക്ക് പല പുസ്തകങ്ങൾ ഉൾപ്പെടെ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ബൽരാജ് മധോക് ഇവിടെ നേരത്തെ പരാമർശിച്ചു, അദ്ദേഹം ഈ ദീൻ ദയാൽ ഉപാധ്യായ മരിച്ച ആ ഒരു സന്ദർഭത്തിൽ ബൽരാജ് മധോക് വിചാരിച്ചത് അദ്ദേഹമായിരിക്കും അടുത്ത അധ്യക്ഷൻ, ജനസംഘത്തിന്റെ അടുത്ത അധ്യക്ഷൻ 1968-ൽ. പക്ഷേ വാജ്പേയി ആണ് അന്ന് അധ്യക്ഷനായിട്ട്. RSS അന്ന് ഗോൾവാൾക്കർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഗോൾവാൾക്കർ ഉൾപ്പെടെ പിന്തുണച്ചത് വളരെ ജൂനിയറായിട്ടുള്ള, മധോക്കിനേക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള വാജ്പേയിയാണ്. ഒരേ സമയം വാജ്പേയി അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ടും RSSൽ ചേർന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഏജ് അതുൾപ്പെടെ അദ്ദേഹം വളരെ ജൂനിയർ ആയിരുന്നു. പക്ഷേ RSS വാജ്പേയിൽ എന്തോ കണ്ട് അദ്ദേഹത്തെയാണ് ആ സ്ഥാനത്തേക്ക് പിന്തുണച്ചത്. ബൽരാജ് മധോക് അതിനുശേഷം വലിയ രീതിയിൽ വാജ്പേയിക്കെതിരെ ഇത് ആയുധമായിട്ട് ഉപയോഗിക്കുകയും ദീൻ ദയാൽ ഉപാധ്യായയുടെ മരണത്തിൽ അല്ലെങ്കിൽ കൊലപാതകത്തിൽ, അത് എങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്ന് അറിയില്ല, അദ്ദേഹം റെയിൽവേ അതൊരു അപകടമാണോ ആരെങ്കിലും കൊന്നതാണോ, പക്ഷേ എന്തായാലും വാജ്പേയിക്കെതിരെ അത് ആയുധമായിട്ട് ഉപയോഗിച്ചതും ബൽരാജ് മധോക് ആണ്. അത് അതിന്റെ എന്താ പറയുന്നത്, അതിന്റെ ഒരു സത്യം എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല. അല്ലെങ്കിൽ BJP പലതവണ അധികാരത്തിൽ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹത. അതൊക്കെ പക്ഷേ വേറെ വിഷയം. എന്തായാലും ഇതും അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ അജിംസ് പറഞ്ഞ സഞ്ജയ് ജോഷിയും നരേന്ദ്രമോദിയുമായിട്ടുള്ള വിഷയങ്ങൾ, അതും ഇതുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കുറച്ചുകൂടി ഈ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങൾ ഇതിലുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ മോദിയെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥ RSSനുണ്ട്. അത് പൂർണ്ണമായിട്ട് വ്യക്തിപരമല്ല. അത് ഇപ്പോൾ 2025 ആകുമ്പോൾ RSSന്റെ 100 വർഷം സെന്റിനറി സെലിബ്രേഷൻ അടുത്ത സെപ്റ്റംബർ 17 ഇവർ ആഘോഷിക്കാനിരിക്കുകയാണ്. അന്ന് നരേന്ദ്രമോദി 75 വയസ്സ് പൂർത്തിയായിട്ട് ഒരാഴ്ച കഴിയും. അപ്പോൾ RSSന്റെ സർസംഘചാലകായ മോഹൻ ഭഗവത്തിന്റെ പ്രായവും ഏകദേശം മോദിയുമായിട്ട് ഏകദേശം തുല്യ പ്രായമാണ്. അപ്പോൾ മോഹൻ ഭഗവത് മോദിയെ വെട്ടിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അദ്ദേഹം 75 വയസ്സാകുമ്പോൾ ഞാൻ റിട്ടയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ മതി. അത് അങ്ങനെ വന്നാൽ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് അദ്ദേഹം പണ്ട് 2014 അഡ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും സുബ്രഹ്മണ്യം സ്വാമിയെയും അരുൺ ഷോറിയെയും ഒക്കെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ അന്ന് മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗിന്റെ പിന്തുണയോടെ പ്രയോഗിച്ച, അരുൺ ജെയ്റ്റ്ലിയുടെയും പിന്തുണയോടെ പ്രയോഗിച്ച ഒരു അടവായിരുന്നു ഈ 75 വയസ്സ് എന്നുള്ള BJPയുടെ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു കാര്യം. എന്നിട്ട് BJPയുടെ ഭരണഘടനയിൽ തന്നെ ഇല്ലാത്ത മാർഗദർശക് മണ്ഡൽ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ടാക്കി അവരെ അതിൽ പ്രതിഷ്ഠിച്ചു. അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, വെറുതെ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനുശേഷം മോദി ഇപ്പോൾ 75 വയസ്സിലേക്ക് എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിച്ച ആയുധമുണ്ടല്ലോ, അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങിയിട്ട് വന്ന് പറഞ്ഞ കാര്യം, അതായത് ഇനിയിപ്പോൾ അടുത്ത മോദി 75 വയസ്സായി കഴിഞ്ഞാൽ ഇനി ഈ ടേമിന്റെ പകുതിക്ക് വെച്ച് അമിത്ഷായ്ക്ക് അദ്ദേഹത്തിന്റെ ബാറ്റൺ കൈമാറും, അമിത്ഷാ ആയിരിക്കും പ്രധാനമന്ത്രി. ആ ഒരു വിവാദം വന്നതിന് ശേഷം RSSൽ നിന്ന് ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു വാക്കും പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല BJPയുടെ നേതാക്കൾ ആരും അതിനെ കൗണ്ടർ ചെയ്യാൻ പോലും പോയില്ല. അപ്പോ മോദിക്ക് ശേഷം ആര് എന്നുള്ള ചിന്തയെല്ലാം RSSലുണ്ട്. അത് ഈ പറയുന്നത് പോലെ
യോഗിയെ അവർ പിന്തുണയ്ക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. യോഗിയെ 2017 RSS മാത്രം പിന്തുണച്ചുകൊണ്ട് നടന്ന ഒരു എന്താ പറയുന്ന ഒരു സ്ഥാന ആരോഹണമായിരുന്നില്ല അത്. അന്ന് ഹിന്ദു യുവവാഹിനി അന്നും വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു യോഗി ആദിത്യനാഥ് ഹിന്ദു മഹാസഭയിൽ കൂടി വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള അവേദ്യനാഥ് 91-ലും BJPയുടെ MP ആയിരുന്നില്ല, ഹിന്ദു മഹാസഭയുടെ MP ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം BJPയുടെ MP ആകുന്നതും ആദിത്യനാഥ് BJPയുടെ MP ആകുന്നതും. ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് RSSന് മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ്. അതിനുശേഷം ആണ് RSS ശരിക്കും സ്ഥാപിതമാകുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്ന അത് മറിച്ചാണെന്നാണ്. അതിനുശേഷം ഈ RSSന്റെ ഒരു പിന്തുണയിൽ തന്നെ ഹിന്ദു മഹാസഭയിൽ ഗാന്ധി വധത്തിന് ശേഷം നിരോധിച്ചതിന് ശേഷം ശ്യാമപ്രസാദ് മുഖർജിയൊക്കെ അതിനുശേഷം പുറത്തു വന്നിട്ട് ജനസംഘം രൂപീകരിക്കുമ്പോൾ RSS വളരെ കൃത്യമായിട്ട് അന്ന് ഇടപെട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങളാണ് നിങ്ങളുടെ ഞങ്ങളാണ് ഫസ്റ്റ് അമംഗ് ഈക്വൽസ്. RSSന്റെ ഒരു എന്താ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ബോഡി എന്ന രീതിയിൽ മാത്രമാണ് ജനസംഘത്തെ അന്ന് അവർ കണ്ടത്. പിന്നീട് അവർ ഈ ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണത്തിന് ശേഷമാണ് RSS അവരുടെ കൈപ്പടയിലാകുന്നത്. കാരണം അന്ന് ഒരു നേതാവില്ലാത്ത അവസ്ഥ RSS ജനസംഘത്തിന് വന്നപ്പോൾ RSS തന്നെ ലോൺ ചെയ്ത് കൊടുത്ത RSSൽ നിന്ന് ജനസംഘത്തിലേക്ക് കൊടുത്ത ദീനദയാൽ ഉപാധ്യായ അധ്യക്ഷനാവുന്നു. അങ്ങനെയാണ് ഈ ജനസംഘത്തിൽ RSSന് വലിയ ഒരു ഹോൾഡ് ഉണ്ടാകുന്നത്. ആ ഹോൾഡ് അവർ തുടർച്ചയായി അവരത് നിലനിർത്തി പോന്നു. ഇടയ്ക്ക് ബൽരാജ് മധോക്കിനെ ഇതുപോലെ കൈകാര്യം ചെയ്തു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, മറ്റൊരു അധ്യക്ഷൻ ഇടക്കാലത്ത് വന്ന് ഈ ജനസംഘത്തെ ഒന്ന് കൈപ്പടയിലാക്കാൻ നോക്കിയിരുന്നു, അല്ലെങ്കിൽ RSSുമായിട്ട് ബന്ധം വിച്ഛേദിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനൊക്കെ ശേഷം പിന്നെ ഈ വാജ്പേയിയുടെ കാലത്തുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. കെ സുദർശൻ വളരെ വലിയ വിവാദമായിട്ടുള്ള 2005 ഇന്റർവ്യൂവിൽ അദ്ദേഹം TV ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, വാജ്പേയും അഡ്വാനിയും ഒക്കെ ഇനിയിപ്പോൾ പുതിയ തലമുറയ്ക്ക് വഴിമാറണം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പുതിയ തലമുറ വരുമ്പോൾ നരേന്ദ്രമോദി അവർ മനസ്സോടെ പിന്തുണയ്ക്കുകയാണ്. അവർക്ക് മനസ്സിലാവുന്നു അധികാരത്തിൽ BJP തിരിച്ചു വന്നാലാണ് അവരുടെ പണത്തിന്റെയും മറ്റു പല കാര്യങ്ങളുടെയും മുന്നോട്ട് പോക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ അവർ ആരാണ് ജയിക്കാൻ സാധ്യത, ആരാണ് പാർട്ടിയെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാൻ സാധ്യത എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു. അത് യോഗിയുടെ കാര്യത്തിലും നടന്നേക്കാം. അല്ലാതെ ഈ പറയുന്നത് പോലെ എന്താ പറയുന്ന അവര് യോഗി അവരുടെ ഒരു ഓൺലി ചോയ്സ് അല്ല മോഡിയുടെ സക്സസ് എന്ന നിലയിൽ നിന്നാണ് ആനന്ദ് പറയുന്നത്. ശ്രീകുമാർ, ഇപ്പോൾ ഐഡിയോളജിക്കൽ കാര്യങ്ങളിൽ സൈദ്ധാന്തികമായ കാര്യങ്ങളിൽ RSS ഭയങ്കര കടുംപിടുത്തക്കാരാണ്. അവർക്ക് ആ സൈദ്ധാന്തികമായ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ടൂളാണ് BJP എന്നൊക്കെ പറയാറുണ്ട്. നോക്കൂ, കഴിഞ്ഞ 10 വർഷം RSSനെ സംബന്ധിച്ച് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കേണ്ട ഒരു സംഭവം ചൈനയുടെ ഇന്ത്യ അധിനിവേശമാണ്. അതായത് ഗാൽവാൻ കുന്നുകളിൽ നമ്മൾ കണ്ട സംഭവങ്ങളാണ്. അതേക്കുറിച്ച് ഒരു വാക്കും RSS പരസ്യമായി പറയുന്നില്ല. ആ വിഷയത്തിൽ ആ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചെടുക്കണം, അരുണാചൽ പ്രദേശിലും ഗാൽവാനിലും ഒക്കെ പിടിച്ചെടുത്ത ഭൂമി തിരിച്ചെടുക്കണമെന്നോ, നമ്മുടെ വീരമൃത്യു വരിച്ച 20 ജവാന്മാരുടെ ആ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കണമെന്നൊന്നും മോദിയോട് RSS പറയാറില്ല. അതേസമയം ആർട്ടിക്കിൾ 370 നടപ്പാക്കുന്നതിൽ അവർക്ക് സന്തോഷമാണ്, രാമക്ഷേത്രം വന്നതിൽ സന്തോഷമാണ്. ഇപ്പോൾ ഈ സൈദ്ധാന്തികമായ പിടിവാശി അതൊക്കെ വെറുതെ പറയുന്നതാണോ? അല്ല അജിംസ, ഇപ്പം ചൈനയുടെ അധിനിവേശം ഇത്തരം പോളിസി മാറ്റേഴ്സിൽ ഈ RSSന്റെ സ്വഭാവമുണ്ട്. അവരൊരിക്കലും പോളിസി മാറ്റേഴ്സിൽ ഇടപെടില്ല. അവർ BJP ഭരിക്കുമ്പോൾ, ഇതിനു മുമ്പ് വാജ്പേയി ഭരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മൾ സാമ്പത്തിക നയം അല്ലെങ്കിൽ മറ്റ് വിദേശ നയം, ഇത്തരം പോളിസി മാറ്റേഴ്സിൽ ഇവരുടെ ഇടപെടലുകൾ താരതമ്യേന കുറവായിരിക്കും. ഇവരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത് ഇവരുടേതായ നമ്മൾ പറയും എൻട്രഞ്ച്ഡ് ബിലീഫ്സ് എന്ന് പറയും. കാരണം ഇവരുടേതായ ഉറപ്പിക്കപ്പെട്ട ചില സങ്കല്പങ്ങളുണ്ട്. അതാണ് ഇവരുടെ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഇവരുടെ ഭാരതമായിട്ട് ഇവർ കണക്ക് കൂട്ടുന്നത്. അതിലൊന്നാണ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ പിടി ഭാരതമണ്ണും എന്നുള്ള RSSന്റെ മുദ്രാവാക്യമാണ്. അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭൂമി ചൈന കയ്യേറി എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു പോളിസി മാത്രമാണോ? അല്ല അതെ, ഈ അജിംസ് നിങ്ങൾ ഈ RSSനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. RSS പുറത്ത് പറയുന്നതും അവരുടെ കേഡേഴ്സിനോട് പറയുന്നത് രണ്ട് കാര്യമാണ്. നമ്മളെപ്പോഴും അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളില്ലാത്ത ഉണ്ടാകുന്നത്. നമ്മൾ പലപ്പോഴും ഈ എല്ലായിടത്തും RSSനെയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോകാനുള്ള പ്രധാന കാരണം അവർ പുറത്തെന്ത് പറയുന്നു അതല്ല അവരുടെ കേഡേഴ്സിനോട് പറയുന്നത്.
നെവർ ടു ബി ഡിപ്ലോമാറ്റിക് യുവർ കേഡേറ്റ്സ് ആണ് അവരുടെ മുദ്രാവാക്യം. കാരണം നിങ്ങൾക്ക് പുറത്ത് എന്ത് ഡിപ്ലോമസിയും കാണിക്കാം, പക്ഷേ നിങ്ങളുടെ കേഡേറ്റ്സിനോട് ഡിപ്ലോമസി കാണിക്കരുത്, അവരോടുള്ള കാര്യം തുറന്നു പറയുക. ഇതാണ് RSS തന്ത്രം. അതൊന്നും പലർക്കും എന്താ പറയുക, പല സംഘടനകൾക്കും പല രാഷ്ട്രീയ പാർട്ടികൾക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ RSSന്റെ കേഡേറ്റ്സിനോട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാണ്ട് വിദേശ രംഗത്ത് നിങ്ങൾ അമേരിക്കയുമായിട്ട് സഖ്യമാണോ, ഇസ്രായേലുമായിട്ട് സഖ്യമാണോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ട് നിങ്ങളുടെ ബന്ധമെന്ത്, ചൈനയുമായിട്ടുള്ള അതിർത്തി ഇഷ്യൂസ് എന്ത്, അതൊന്നും RSSന്റെ പ്രൈമായിട്ടുള്ള കൺസേൺ അല്ല. അവരുടെ പ്രൈമായിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന ഭാരതീയതയിലേക്ക്, അവർ പറയുന്ന ഭാരതീയതയിലേക്ക് ഈ രാഷ്ട്രത്തിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആ വഴിയിലൂടെ തന്നെയാണോ BJP സർക്കാരുകൾ പോകുന്നത് എന്ന് നോക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെയാണോ പോകുന്നതെന്ന് ഉറപ്പ് വരുത്താനാണ് പലപ്പോഴും RSS ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ഈ പറഞ്ഞ പോലെ ചൈനയുടെ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഈ ഇന്റേണലായിട്ട് RSS നേതൃത്വവും മോഡിയുമായിട്ട് ഇൻട്രാക്ഷൻസ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ BL സന്തോഷ് എന്ന് പറഞ്ഞ ആൾ ശരിക്കും വേണ്ടി അതിനു വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് BL സന്തോഷിന് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ തന്നെ ഒരു റൂമുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്ക് അറിയില്ല, അത് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല, എങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡിയും RSSുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായുള്ള ഇൻറ്ററാക്ഷൻസ് അവിടെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ആ ഇൻറ്ററാക്ഷൻസിൽ വിയോജിപ്പുള്ള ഭാഗത്ത് RSS പിടിച്ചു തൂങ്ങുകയും അത് അംഗീകരിക്കാൻ മോഡി സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഡെഡ് ലോക്ക്, ഒരു സ്തംഭനാവസ്ഥയും അവിടെയുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഒരു സംഘ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അതിൻ്റെ ഇന്റേണൽ ഇൻറ്ററാക്ഷൻസ് വളരെ പക്കയാണ്. അതുകൊണ്ടാണ് അവർ പലപ്പോഴും നിലനിന്ന് പോകുന്നത്, നമ്മൾ ഈ കാണുന്ന പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ സംഘ കുടുംബത്തിലെ ഓർഗൻസിലേക്കും RSSന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരുണ്ട്. അവർ കൃത്യമായിട്ട് അവരാണ് ഈ നേതൃത്വവും സംഘവുമായിട്ടുള്ള പാലമായിട്ട് വർത്തിക്കുന്നത്. അപ്പോൾ നേരത്തെ ഗോവിന്ദാചാര്യ ആയിരുന്നു, പിന്നെ ഓരോരുത്തരും മാറി വരും, റാം മാധവ് വരും, ഇപ്പോൾ BL സന്തോഷാണ്. അപ്പോൾ അവരെല്ലാം കൃത്യമായിട്ട് മോഡിയുടെ RSSനോടുള്ള എതിർപ്പുകൾ എന്തൊക്കെയാണെന്ന് BL സന്തോഷ് എന്ന് പറഞ്ഞ വ്യക്തി RSS അധ്യക്ഷനെയും RSS അധ്യക്ഷൻ്റെ ഡിസഗ്രിമെൻറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അയാളുടെ റിസർവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഈ മോഡി ഇയാളെ അറിയിക്കുകയും അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും മോഡി എപ്പോഴും ഈ തൻ്റെ അപ്രമാദിത്യം സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹം കൃത്യമായിട്ട് വ്യഗ്രതപ്പെടും. അങ്ങനെയാണ് അദ്ദേഹം ഗുജറാത്തിൽ ചെയ്തത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഒരു കാലത്ത് മോഡിയെ പോലും കവച്ചു വയ്ക്കുന്ന ഹിന്ദുത്വവാദിയായിരുന്നു തൊഗാഡിയ. ഈ തൊഗാഡിയ എന്നവിടെ പോയി നിങ്ങൾക്കറിയാമോ? അയാൾ ജീവനം കൊണ്ട് ഓടിപ്പോയി. കാരണം വെച്ചാൽ RSSന്റെ പോലും അധ്യക്ഷനാകുമെന്ന് ഒരിക്കൽ വിചാരിക്കപ്പെട്ട തൊഗാഡിയെ മോഡി പറപ്പിച്ചു കളഞ്ഞു ഗുജറാത്തിൽ നിന്ന്. RSS നേതൃത്വത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസനായിരുന്ന ആളായിരുന്നു. അയാളുടെ അവസ്ഥ എന്തായിരുന്നു? അയാൾ പറഞ്ഞു ഞാൻ വെടികൊണ്ട് ചാവാതിരുന്ന എൻ്റെ തലയെടുത്തോടെന്ന് അയാൾ അവസാനം പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളോടുള്ള അതൃപ്തി RSS ഒരിക്കലും അവർ ഇന്റേണലായിട്ടുള്ള മീറ്റിങ്ങുകളിലൊന്നും മറച്ചു വയ്ക്കാറുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇപ്പോൾ അധികാരത്തിൽ ഇയാൾ പ്രധാനമന്ത്രി ദുർബലനാണെന്ന് കണ്ടപ്പോൾ അവർക്കറിയാം, RSSനൊക്കെ ഈ എന്താ പറയുക, കൃത്യമായിട്ട് വീക്ക് പോയിന്റ്സ്, പ്രഷർ പോയിന്റ്സ് അറിയാം. എവിടെ പിടിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൃത്യമായിട്ട് മോഡിയുടെ പ്രഷർ പോയിന്റ് പിടിച്ചു. കാരണം മണിപ്പൂർ കലാപത്തിനുണ്ടായ പ്രശ്നങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിസഭയുടെയും വീഴ്ചകൾ കൊണ്ടുണ്ടായതാണ്. അതിൽ RSSന് യാതൊരു പങ്കുമില്ല. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലുള്ള ഗവൺമെൻറ് നയം പരാജയപ്പെട്ടത് സർക്കാരിൻ്റെ നിങ്ങളുടെ കഴിവുകേട് കൊണ്ടാണ്. അത് RSSന്റെ തലയിലേക്ക് വയ്ക്കാനോ RSSൽ അവിടെ നോർത്ത് ഈസ്റ്റ് എന്ന താല്പര്യങ്ങൾ ഉണ്ടായത് കൊണ്ടോ അല്ല പരാജയപ്പെട്ടത്. അത് നിങ്ങളുടെ വീഴ്ചയാണെന്ന് മോദിയെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ മോഹൻ ഭഗവത് ചെയ്തത്. അതിൻ്റെ ഇന്റേണൽ പൊളിറ്റിക്സ് അങ്ങനെയാണ്. കാരണം വെച്ചാൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ നമ്മൾ അജിംസിന് അറിയാവുന്ന അറിയില്ല, 1982-83 കാലഘട്ടത്തിലൊക്കെ ഈ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അന്ന് ഈ RSSന്റെ പ്രചാരകന്മാരൊക്കെ വരും, എന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. പക്ഷെ എൻ്റെ വീട്ടിലെല്ലാവരും ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുവഴി ഇടതുപക്ഷ ബന്ധങ്ങളുള്ളവരൊക്കെ കാരണം അവിടെ അധികം അവർക്ക് ഇത് നടക്കാറില്ല. പക്ഷെ അവർ പറയുന്നൊരു കാര്യമുണ്ടെന്നറിയാമോ, അന്നൊന്നും ഇവർക്ക് ഈ പറയുന്ന പോലെ മുസ്ലിം വിരുദ്ധ ഉണ്ടായിരുന്നില്ല 82. അതിന് പകരം പറഞ്ഞിരുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ നോക്കൂ, അവിടെ വലിയ ഇവാഞ്ചലിസ്റ്റുകൾ അഴിഞ്ഞാടിക്കൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ മതം മാറ്റുകയാണ്. സംഘത്തിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുക്കളെ മതം മാറ്റി തടയുകയാണ്. അന്നൊന്നും ഈ ബാബറി മസ്ജിദ് ഒന്നും അവരുടെ വിഷയമേ ആയിരുന്നില്ല. നമ്മൾ തെറ്റായ ധാരണയാണ്. മുസ്ലിം വിരുദ്ധ എന്ന് പറഞ്ഞതൊക്കെ ഈ 88-ന് ശേഷമാണ് ഇത്ര രൂക്ഷമായത്. അന്ന് അവർ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ മറ്റേ ഗണപതിയുടെ പടം മാറ്റിയിട്ട് അവിടെ യേശുക്രിസ്തുവിൻ്റെ പടം വയ്ക്കലാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര അപകടമാണ്, ഇതിനെതിരെ നമ്മളുടെ പ്രചാരകന്മാർ അവിടെ അഹോരാത്രം പണിയെടുക്കുകയാണെന്നൊക്കെ ഇവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നോർത്ത് ഈസ്റ്റിൽ എപ്പോഴും RSSന് വലിയ താല്പര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ മണിപ്പൂരിൽ ഈ സംഭവം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നതെങ്കിലും അങ്ങനെയല്ല. ഇത് മോഡിയുടെ ഭരണപരമായ വീഴ്ചയാണെന്ന് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് RSSന്റെ ആവശ്യമായിരുന്നു. അപ്പോൾ ആദ്യത്തെ അടി
ആദ്യത്തെ അടി അവർ കൊടുക്കുന്നത് മണിപ്പൂർ. ഇനി കുറേ ചിലപ്പോൾ അടികൾ വന്നേക്കാം, റിസർവേഷൻ്റെ പ്രശ്നമൊക്കെ ഇനി ഉയർന്നു വരും. കൃത്യമായിട്ടുള്ള ആദ്യത്തെ അടി കൊടുത്തത് അവർ മണിപ്പൂർ ഈ വിഷയം വച്ചിട്ടാണ്. അത് നിങ്ങളുടെ വീഴ്ചയാണ്, താങ്കളുടെ കയ്യിരിക്കുന്ന കുഴപ്പമാണ്, അത് ഞങ്ങളുടെ തലയിലേക്ക് വെക്കേണ്ട എന്നുള്ളതാണ് RSS പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളെ പിടിക്കാൻ തീരുമാനിച്ചു, ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകിയത്. അതിൽ ഈ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമല്ല, അടങ്ങി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ള സന്ദേശം മാത്രമാണ്. ശരി, ശ്രീ എ സുരേഷ് കുമാർ, ഈ BJP അല്ലെങ്കിൽ ജനസംഘം ഇതൊക്കെ RSSന്റെ ഒരേ ഒരു പൊളിറ്റിക്കൽ ചോയ്സ് അല്ല. അവർ വേണമെങ്കിൽ മറ്റുള്ളവരെയും പിന്തുണയ്ക്കാറുണ്ട്. ഉദാഹരണത്തിന് 1984 ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി 400 സീറ്റിലധികം നേടി ജയിച്ചത് RSS പിന്തുണയോടെയാണ് എന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ സ്നേഹമുണ്ടല്ലോ, പ്രതിപക്ഷം ശത്രുക്കളല്ല എന്ന് BJPയെ മോഹൻ ഭാഗവത് ഉപദേശിക്കുന്നത്, വേണമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൈയൊഴിയും, കോൺഗ്രസിനെ വേണമെങ്കിൽ പിന്തുണയ്ക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണോ? ഇപ്പോൾ മോഹൻ ഭാഗവത് നടത്തിയ ഈ പ്രസ്താവന മോദിക്കെതിരായ വലിയ താക്കീതായിട്ട് കാണാൻ വീണ്ടും വീണ്ടും ആലോചിക്കുമ്പോഴും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മോഹൻ ഭാഗവത് നടത്തിയിട്ടുള്ളത് ഒരു കൗശല പ്രസ്താവനയാണ്, ഒരു കൗശലം. ഇത്തരം കൗശലങ്ങൾ മോഹൻ ഭാഗവതിൻ്റെ മുൻകാല പ്രസ്താവനകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതൊരു കൗശലമാണ്. കൗശലം രണ്ട് വിധത്തിലാണ്. ഒന്ന്, രാജ്യത്തിൻ്റെ പൊതുവികാരം എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, അത് BJPക്ക് ഒരടി കിട്ടി, അത് കൊള്ളാം എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ മേഖലകളിലും നിലനിൽക്കുന്നുണ്ട്. അത് BJPക്കുള്ളിൽ പോലുമുണ്ട്. ആ സെൻറ്റിമെൻസിനെ ഏറ്റെടുക്കുകയാണ് മോഹൻ ഭാഗവത് ഈ പ്രസ്താവനയിലൂടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമുക്കറിയാം, ഒരു വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന പാർട്ടിക്കുള്ളിലും ഒരു എന്താ പറയുക, അതൃപ്തിയുടെ ഒരു നീരസത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉയർന്നു വരുമ്പോൾ ഏറ്റവും കാരണവരായി നിൽക്കുന്ന ഒരാൾ പറയുകയാണ് അവൻ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടായി. ആ പ്രശ്നം ഒരു തരത്തിൽ ആ സംഘപരിവാരത്തിൽ തന്നെ പാസിഫൈ ചെയ്തു പോകുന്നുണ്ട്. അതേസമയം ജാഗ്രത വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയുമായിട്ട് കഴിഞ്ഞ 10 വർഷം മോദി പ്രധാനമന്ത്രിയായിരുന്നു. അവർ തമ്മിലുള്ള ടേംസ് എന്നാണ് തെറ്റിയിട്ടുള്ളത്? ഒരിക്കലും തെറ്റിയിട്ടില്ല. ഇനി ഇപ്പം മണിപ്പൂരിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ മണിപ്പൂരിനെ കുറിച്ച് ഭാഗവത് ഇവിടെ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ മണിപ്പൂരിനെ കുറിച്ച് എന്തുകൊണ്ട് ഈ അധികാരത്തിലിരിക്കുന്ന സമയത്തെങ്ങും ഒരു ഇന്റേണൽ തിരുത്തൽ പോലും നടത്താൻ ഭാഗവതിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നീക്കങ്ങളാണ് ഉണ്ടായത്? ചൈനയുടെ കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇവരെ ഒരു വഴിയേ പോകുന്ന ആളുകൾക്കിടയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന ആ ഒരു കൗശലം പിന്നെ അത് പലതരത്തിൽ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ അജിം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ BJP RSS സംവിധാനം, പിന്നെ പട്ടാളക്കാർക്കിടയിൽ RSS ചിന്താഗതിയുള്ളവരില്ലേ, പോലീസിൽ RSS ചിന്താഗതിയുള്ളവരില്ലേ, കോൺഗ്രസിലില്ലേ, മറ്റു പാർട്ടികളിലില്ലേ? ഇതെല്ലാം RSSന്റെ ഒരു ശൃംഖല പലതരത്തിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ BJPക്ക് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് അകന്നുപോയ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഒരു താക്കീതിനെ ഏറ്റെടുത്ത് RSS നേതൃത്വം, RSSന്റെ കാരണവർ സംസാരിക്കുമ്പോൾ ഇവരെല്ലാം ഈ പറയുന്ന ആളുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ BJPക്കുള്ളിലുണ്ടായിരിക്കുന്ന എതിർപ്പിൻ്റെ അംശത്തെ ചുരുക്കിക്കളയുന്നു എന്ന് മാത്രമാണ് നമ്മൾ ഈ പ്രസ്താവനയിൽ കാണേണ്ടത്. ഇത്തരം കൗശല പ്രസ്താവനകൾ ഭാഗവത് മുമ്പ് നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തുകയും ചെയ്യും. അത് ഇപ്പോൾ ഒരു സഖ്യകക്ഷി സർക്കാരിൻ്റെ അകത്ത് സഖ്യകക്ഷികളുടെ വികാരം എന്താണ്? BJPക്ക് ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളുടെ വികാരം എന്താണ്? അപ്പോൾ ഇതിനെയൊക്കെ ആരാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? നരേന്ദ്രമോദിക്ക് കഴിയുമോ? ഇല്ല. BJPയുടെ നേതൃത്വത്തിന് കഴിയുമോ? ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾ ഇതിന് നിങ്ങളുടെയൊക്കെ സെന്റിമെന്റ്സ് ഞങ്ങളും കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുകയാണ് ഭാഗവത് ചെയ്യുന്നത്. അതിനെ കൗശലം എന്നേ പറയേണ്ടുള്ളൂ, തന്ത്രം എന്ന് പറയേണ്ടതില്ല. മറന്നു പോകേണ്ടാത്ത ഒരു കാര്യം, RSS പ്രചാരക് തന്നെയാണ് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ്. അതിനർത്ഥം RSSും മോദിയും രണ്ടല്ല, ഒന്നാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി അടിവരയിടുന്നു. നന്ദി ശ്രീ ശ്രീകുമാർ പനയിൽ, ആനന്ദ് കൊച്ചുകൂടി, എ സുരേഷ് കുമാർ.